Hurix Google TV by CJ Smart. Think Europe. Think Sweetress. Sweetress Holidays. യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് ഡിവൈഎഫ്ഐ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മൗത്ത് പീസായി മാറുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡിവൈഎഫ്ഐയോട് ഇന്നലെ സംസ്ഥാന പ്രസിഡന്റിനോട് ചോദിച്ചു, അജിത് കുമാർ RSSുമായി ചർച്ച നടത്തിയതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾക്ക് അതിർത്തി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ എന്തിന് അതിർത്തി കാണിക്കണം എന്ന മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം ഇതിനെല്ലാം പിന്തുണക്കുന്ന ഒരു സംഘമായി ഡിവൈഎഫ്ഐ മാറുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന് സ്പീക്കർ തൻ്റെ പദവി മറന്നാണ് അദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയത്. RSS ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പാർട്ടിയാണ് എന്നാണ് സ്പീക്കർ ഷംസീറിൻ്റെ വാദം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭീകരവാദ പ്രസ്ഥാനമാണ് RSS. ഇന്ത്യയിലെ ആദ്യത്തെ ഭീകരവാദ പ്രവർത്തനം മഹാത്മാഗാന്ധിയെ കൊലപ്പെടുത്തിയതാണ്. ആ കൊലപ്പെടുത്തിയതിൽ RSSന് പങ്കുണ്ട്. അതാരും നിഷേധിച്ചാലും അതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ തമസ്കരിച്ചുകൊണ്ടാണ് സ്പീക്കർ ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട പാർട്ടിയാണ് എന്നൊരു നിലപാട് സ്വീകരിച്ചത്. കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന ഒരാളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന നിലപാടുകളാണോ ഇപ്പോൾ കേരളം കേട്ടുകൊണ്ടിരിക്കുന്നത്? ഡിവൈഎഫ്ഐയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ഭരണത്തണലിൽ ആസ്വദിക്കുന്നവരുമെല്ലാം അതേ നിലപാടുമായി മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, അൻവർ ഭരണകക്ഷി MLA ഇപ്പോൾ പോലീസിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ അൻവർ താമിർ ജിഫ്രി കൊലപാതകം ഉണ്ടായ സമയത്ത് കസ്റ്റഡിയിൽ വെച്ച് അതിക്രൂരമായി കൊലപ്പെടുത്തിയപ്പോൾ ഞങ്ങൾ സമരവുമായി വന്നപ്പോൾ ഒരക്ഷരം മിണ്ടാൻ PV അൻവർ തയ്യാറായിട്ടുണ്ടോ? താനൊരു ബോട്ടപകടം ഉണ്ടായി, ആ ബോട്ടപകടത്തിൽ കൃത്യമായ പ്രതികളെ പോലീസ് സംരക്ഷിക്കുന്നു എന്നൊരാരോപണം ഉയർന്നു വന്നപ്പോൾ ഒരക്ഷരം മിണ്ടാൻ PV അൻവർ തയ്യാറായിട്ടുണ്ടോ? മലപ്പുറം SP സുജിത് ദാസ് മലപ്പുറം ജില്ലയിൽ കേസ് കൂട്ടുന്നു എന്നൊരാരോപണം ഞങ്ങൾ പുറത്തു പറയുക മാത്രമല്ല, കേരളത്തിലെ നിയമസഭയിൽ ലീഗ് ആ വിഷയം ഉന്നയിച്ചു. സുജിത് ദാസിനെതിരെ നടപടി സ്വീകരിക്കണം താമിർ ജിഫ്രി കസ്റ്റഡി കൊലപാതകവുമായി ബന്ധപ്പെട്ട് എന്ന നിലപാട് ലീഗ് നിയമസഭയിൽ സ്വീകരിച്ചു. ഒരക്ഷരം അന്ന് PV അൻവർ MLA സംസാരിച്ചിട്ടുണ്ടോ? ഏറ്റവും ഒടുവിൽ സുജിത് ദാസും PV അൻവറും തമ്മിലുള്ള സംഭാഷണം നിങ്ങളൊന്ന് കേൾക്കണം, അതൊന്നുകൂടെ ആവർത്തിച്ച് കേൾക്കണം. അതിനകത്ത് സുജിത് ദാസ് ചോദിക്കുന്നുണ്ട് അൻവറിനോട്, സാറിന് MLAക്ക് ഞാൻ എന്തെങ്കിലും കുഴപ്പം ഞാൻ SP ആയിരിക്കുന്ന കാലത്ത് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾക്ക് എന്നെക്കുറിച്ച് എന്തെങ്കിലും ആക്ഷേപമുണ്ടോ? ഇല്ല എന്നാണ് പറയുന്നത്. അത് ഈ കസ്റ്റഡി കൊലപാതകത്തിനൊക്കെ ശേഷമാണ്, മലപ്പുറം ജില്ലയിൽ കേസുകൾ കൂട്ടിയതിന് ശേഷമാണ്, ഞങ്ങൾ ആരോപണം ഉന്നയിച്ചതിന് ശേഷമാണ്. അന്നെല്ലാം കൂട്ടുനിന്ന കൂട്ടുപ്രതിയാണ് PV അൻവർ. പിന്നെ തമ്മിൽ തെറ്റിയപ്പോൾ അക്കാര്യങ്ങളെല്ലാം പുറത്തു പറയുന്നു. തമ്മിൽ തെറ്റുന്നതിന് മുമ്പ് എല്ലാ കച്ചവടത്തിനും കൂട്ടുനിന്ന കൂട്ടുപങ്കാളിയാണ് PV അൻവർ. ഇപ്പം തമ്മിൽ തെറ്റിയപ്പോൾ അത് വിളിച്ചു പറയാണ്, തുറന്നു പറയാണ്. ഞങ്ങൾക്ക് അതിൽ സന്തോഷമുണ്ട്, ഇപ്പോഴെങ്കിലും അത് വിളിച്ചു പറയുന്നില്ലാണ്. പക്ഷെ അത് മറ്റെന്തോ ആയിരിക്കണം. അത് തെറ്റാനുള്ള കാരണം എന്താണ്? മുമ്പ് പങ്കാളിത്ത കച്ചവടം നടത്തിയ ആള് ഇപ്പം തെറ്റിയത് എന്തുകൊണ്ടാണെന്നുള്ളത് അദ്ദേഹം തന്നെയാണ് തുറന്നു പറയേണ്ടത്. ഈ വിഷയങ്ങളെല്ലാം നേരത്തെ ഉന്നയിച്ചപ്പോൾ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. ഈ ലോക്നാഥ് ബെഹ്റക്കെതിരെ, ഈ സുജിത് ദാസിനെതിരെ, രമൺ ശ്രീവാസ്തവക്കെതിരെ, അജിത് കുമാറിനെതിരെ ഞാൻ നടത്തിയ പത്രസമ്മേളനത്തിൽ, യൂത്ത് ലീഗ് നടത്തിയ പത്രസമ്മേളനത്തിൽ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ പോലീസ് കൃത്യമായി പങ്കുപറ്റുന്നുണ്ട് എന്ന ആരോപണം ഉന്നയിച്ചിരുന്നു. നിങ്ങൾക്ക് ആർക്കൈവ്സ് പരിശോധിച്ചാൽ മനസ്സിലാവും. അന്ന് ഇവരാരെങ്കിലും മിണ്ടിയിരുന്നോ? അപ്പോൾ ഈ ആരോപണങ്ങളിൽ നിഷ്പക്ഷമായ ഒരു അന്വേഷണം നടത്തണം. അൻവർ പിൻവാങ്ങിയാലും മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ ഇപ്പോൾ ശശിയെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടുന്നില്ലല്ലോ. പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ വലിയ ആക്ഷേപം ആദ്യം ഉന്നയിച്ച അൻവർ ഇപ്പോൾ ഒരക്ഷരം മിണ്ടുന്നില്ല.
മാത്രമല്ല പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയെക്കുറിച്ച് പറയാനുള്ള ഭയമുള്ളത് കൊണ്ടല്ലേ? പി കെ ഫിറോസ് മാധ്യമങ്ങളെ കാണുകയാണ്. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ.